ബാഗ് നടക്ക് അന്ന മാനേജറെ കാണിച്ചിട്ട് വേണം സ്കൂളിൽ പോയി അപ്പോഴേ കട ബെല്ലടിക്കൂ. എന്റെ മൊയ്തു സാറേ, ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകര് ഡിവിഷൻ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നം നടക്കരുന്ന്. അപ്പൊ എനക്ക് പണി കിട്ടുവാ. ഇജ്ജ് ബേജാരോണ്ടിക്കുന്നേ. അയാള് സർക്കാരിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്. അയാള് വിചാരിച്ച പുഷ്പം പോലെ നമുക്ക് പണി കിട്ടൂ. കച്ചവടം തന്നെ. ഇങ്ങനൊരു ആചാരം ഈ അടിയും കണ്ടിക്കണോ? ഏതാചാരം? എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരാണെങ്കിൽ മാനേജർക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളാ. ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണാരാ? സർക്കാരും. അല്ലല്ല, ഞാൻ അതല്ല. എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, ഈ അമ്മ ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ സ്കൂളില് പൈസ എല്ലാം കൊടുത്തിട്ട് പണി കിട്ടിയാലേ പെട്ടെന്ന് പണി പോയാലും എന്ത് ചെയ്യല്? അങ്ങനെ എന്തിനു ബേജാറാണത്? അങ്ങനെ പണി പോയാൽ ചെല്ലാനുള്ള സ്ഥലമല്ലേ നമുക്ക് സർക്കാർ സ്കൂൾ. അതിന്റെ വാതിൽ തുറന്നെടുക്കല്ലേ? അതെയാ? എന്നാ ആദ്യം എനിക്ക് ഗവൺമെന്റ് പണി മതിയായിരുന്നു. മുണ്ടാൻ്റെ കുത്തിരുന്ന ഇവിടെ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ വരെ വെറുതെ കുത്തിരിക്കുക. പിന്നെയാണ് അനക്ക് പണിയിട്ടുള്ളത്. അല്ല സാറേ, മാനേജർ സാറേ, മാനേജർ സാറേ, എന്തേ? എന്റെ ജോലിയുടെ കാര്യം. അത് നടക്കൂലെന്ന് നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, സാറിനെ വിളിക്കും. സാറ് പറഞ്ഞിട്ടാ ഞാനീ പറയണ. സുധാകരൻ മാഷ് മരിച്ചിട്ട് ഇപ്പൊ 2-3 മാസമായി. സത്യൻ സാറാണ് സ്കൂളിന്റെ കാര്യങ്ങൾ പഠിച്ചു വരണേ ഉള്ളൂ. ആ പഠിച്ചു വരുമ്പോ എന്റെ കാര്യം മറക്കാതിരിക്കാനാ ഞാൻ വന്നത്. മുൻ മാനേജറായിരുന്ന സാറിന്റെ അച്ഛന്റെ കയ്യിൽ നിങ്ങൾ കാശ് കൊണ്ടെന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കണ്ട, മാനേജർ സാറിനെ വിളിക്കേ. സത്യൻ സാറേ, സത്യൻ സാറേ, ആ പൈസ തന്നെന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള ഇവിടെ കിടന്ന് വന്ന് ബഹളം ഉണ്ടാക്കണ്ട്. ഒന്ന് വന്നേ. എന്താണ് കാര്യം? നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ജോലിക്കാര്യം നടക്കില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? സാർ നടക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ 1-2 രൂപയല്ല 15 ലക്ഷം കൊടുത്തത്. കാര്യങ്ങൾ ഇപ്പൊ ആര് പറഞ്ഞില്ലേ? അയാളോട് എനിക്കൊന്നും പറയാനില്ല. എന്നാ നിങ്ങൾക്ക് എന്റെ സ്കൂളിൽ ജോലിയില്ല. ഞാൻ ഇത്രയും പൈസ അങ്ങോട്ട് എണ്ണി കൊടുത്തതല്ലേ? എന്റെ പൊന്നു കൊച്ചെ, എന്റെ അച്ഛൻ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അച്ഛൻ പൈസ വാങ്ങിച്ചിട്ടില്ല. അതിന്റെ ഒരു രേഖകൾ ഇവിടെ ഇല്ല. ഇത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞല്ലേ? റെസീറ്റ് അടിച്ച് പിരിക്കാൻ വേണ്ടി ഇതെന്താ കാവടിയാണോ? കാവടിയാണോ? ഈ വക ആളുകളാണ് അധ്യാപകരാവാൻ വേണ്ടി വരുന്നത്. സാറ് ഗതി കെട്ടിട്ട് പറഞ്ഞു പോണതാ. ഒരാഴ്ചക്കുള്ളിൽ 15 ലക്ഷം സാറിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ വീട് വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുത്തത്. നോണ പറയരുത്. നോണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ആ പൈസ മുഴുവൻ നിങ്ങൾ തിന്നിട്ടുണ്ടാവും. നിങ്ങളൊരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത് കേട്ടാ. ഇനി മേലാൽ ഇവിടെ ഒന്ന് ഷോ കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോ. ഇല്ല, ഞാൻ പോണില്ല. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി ചാവും. എന്റെ പൊന്നു കൊച്ചെ, എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യ. ഈ വക ഷോയും കാണിച്ച് ഇനി എന്റെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാൽ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇവനുണ്ടല്ലോ ഈ പ്യാരി, ആളൊരു പൊട്ടനാണെങ്കിലും ബാഹം മെനകെട്ടവനാണ്. സാറേ, എനിക്ക് വേറൊരു വഴിയില്ല. നിന്നോട് ഞാൻ എന്താ പറഞ്ഞ? പോകാൻ പറഞ്ഞില്ലേ? പിന്നെ ഒരു മയത്തിലൊക്കെ നിന്നോളണേ. മൊയ്തു സാറ് പറഞ്ഞ പോലെ. വേറെ ആളുകൾ വരുന്നുണ്ട്. പൊക്കോ പൊക്കോ. ഇതിപ്പോ ജോലിയില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയാ സാർ? സാറ് പറഞ്ഞല്ലേ ഇറങ്ങി പോവാൻ. അതെ, കാഴ്ച വെക്കാൻ കൊണ്ടുവന്നാ കാഴ്ചക്കോലയാ. അങ്ങോട്ട് വെച്ചു കൊടുക്കണോ? എന്താ മൈത് മാഷെ, കൊലക്കൊന്നൊരു എടുപ്പില്ലല്ലോ. ആകെ ശോഷിച്ചത് നിങ്ങളെ പോലെ തന്നെയാണ്. നന്നായിട്ട് പകുത്തിക്കണം. അതാ പ്യാരി എടുത്തു. അല്ല മാഷ് കണ്ടിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മാസാഭ ആഗ്രഹമുള്ള ആള്. നിങ്ങൾ എന്തുവരെ പഠിച്ചു? TTC പാസ്സായി സാറേ. പാസ്സായി. TTC എങ്കിലും പാസ്സാവണം. അല്ല, ആളിങ്ങനെ നിക്കണ നോക്കണ്ട കേട്ടോ. സാറാണ് എനർജറ്റിക്കാ.
നിങ്ങൾ ഉഷാറാണ് എനർജറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചറുടെ കാര്യമൊന്നും പറയണ്ട. ടീച്ചർ കണക്ക് ടീച്ചറോ? ആ കണക്ക് ടീച്ചറിനെ അതിന് കണക്ക് കൂട്ടാനും അറിയില്ല, കിഴിക്കാനും അറിയില്ല, ഹരിക്കാനും അറിയില്ല. കുട്ടികൾ മുഴുവൻ പരാതി പറയാണ്. എന്തിനാ ഒരു കണക്ക് കൂട്ടണത് ഹരിക്കണമൊക്കെ? മറ്റുള്ള ടീച്ചർമാർ തെരുവിക്കാട് 3 ലക്ഷം റുപ്യ കൂടുതൽ തന്നില്ല ഒരു ഇതിലെ കണക്ക് കൂട്ടണേ. നടപ്പയ നല്ല പോയാ നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ എന്തിനാ എടുക്കണത്? അല്ല ഞാൻ ഓനൊന്നും പിന്നെ ഇവൻ മാസ് മാത്രല്ല കേട്ടോ, ഇവന് കുറച്ച് കലാപ്രവർത്തനൊക്കെ ഉണ്ട്. പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ മാഷാവാൻ പോണ ആളല്ലേ, ഒന്ന് ഉഷാറായിട്ട് പറ. കുട്ടികളുടെ കലാ കായിക സാംസ്കാരിക പരിപാടികൾ ഒരു എനർജറ്റിക് ആക്കും. ആ കലയും കൊലയൊന്നും എന്റെ സ്കൂളിൽ വേണ്ട. വേണ്ട. കുട്ടികൾക്ക് 100% മാർക്ക് വാങ്ങി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് എന്റെ സ്കൂളിന് വേണ്ടത്. പക്ഷെ എന്റെ സ്കൂളിൽ ഇല്ലാത്തത് അതാണ്. പഠിപ്പിച്ചോളൂ. അതുപോലെ ഈ തലയൊക്കെ വെട്ടിക്കളയണം കേട്ടോ. അയ്യോ തലയല്ല, മുടി വെട്ടാനാ പറഞ്ഞേ. ഓൻ ചെയ്യും പോയിട്ട് ഈ ഡ്രസ് കണ്ട, ഇതൊക്കെ ഭയങ്കര ബോറാണ്. കുപ്പായൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനത്തെ നല്ല കുപ്പായ കിട്ടിയ മാസമാരല്ലേ? അത് ചെയ്യാം സാറേ. പിന്നെ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. ഞാൻ ഇങ്ങോട്ട് രാവിലെ വരുമ്പം അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞിന് ഞാൻ തരുന്ന പൈസയിൽ നിന്ന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോന്ന്. ഞാൻ തരണല്ലോ പൈസ കുറെ, പണിക്ക് വേണ്ടി തരുന്ന പൈസ, അതിന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോന്ന് ചോദിച്ചിന്. അമ്മമാരല്ലേ ചോദിക്കുമല്ലോ. പ്യാരിയെ ആ കൊലനെടുക്ക്, എന്നാ ആ കൊലനെടുക്ക്, ഇവര് കൊടുക്ക്. വേണ്ട സാറേ, ഒന്നും കുറക്കണ്ട, ഒന്നും കുറക്കണ്ട സാറേ. പണി വേണം. അമ്മ എന്തല്ലോ പറയൂ അങ്ങനെ. നോക്കണ്ട സാറേ. ഓന്റെ ജീവിതം കൊണ്ടോ ഓന്റെ ജീവിതാഭിലാസാണ് മാസാവുന്നത്. അതാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഓനെ ഇവിടെ 2 ദിവസം ഇവിടെ നിർത്തിക്കലോ, നന്നായിട്ട് പണിയെടുത്തോളൂ. എന്തിനാ മാഷന്മാരാവാൻ വന്ന 3-4 പേര് ഇവിടെ തന്നെ ഉണ്ട്. ആ തോട്ടത്തിൽ കൂടെ തേരാപാരാ നടക്കണു, കൊത്താനും കളക്കാനും ഒക്കെ ആയിട്ട്. അതിനും കൊള്ളൂല. അപ്പൊ പിന്നെ പൈസ ആയിട്ട് എങ്ങോട്ടാ വരണ്ടേ? നീ പൈസ ആയിട്ട് ഇവിടെ വന്നാൽ മതി, സ്കൂളിലേക്ക് പോകണ്ട. അല്ലെങ്കിൽ ഞാനും ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്ത് മാഷ് ഉണ്ടാവും കേട്ടോ. കൊണ്ടുകൊടുക്കാം കേട്ടോ. പൈസ കൊണ്ട് വരുമ്പോ 2 കൊലയും കൂടി കൊണ്ടുപോകും. ഒരു അനുഗ്രഹം വേണമായിരുന്നു. ഓനൊരു അനുഗ്രഹം മേടിക്കണം. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അതൊക്കെ മുമ്പ് വിചാരിച്ചോളൂ. പിന്നെ ഞങ്ങളോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. ശരി. അല്ല സാറേ, ഇവന് കൊടുക്കാന്ന് പറഞ്ഞ പോസ്റ്റല്ലേ നമ്മൾ മണ്ടോതിരിക്ക് കൊടുക്കേണ്ടത്? അല്ല പ്യാരി, മണ്ടോതിരിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് നമ്മൾ ഇവന് കൊടുക്കണത്. മണ്ടോദരി അച്ഛൻ്റെ അടുത്ത് കൊടുത്ത പൈസ എത്രയാണ്? 15 ലക്ഷം. ഇവൻ നമുക്ക് തരുന്നത് എത്രയാണ്? 25 ലക്ഷം. അപ്പൊ നമ്മൾ ആർക്ക് കൊടുക്കും? അപ്പൊ ഇവന് കൊടുക്കണം. അല്ല സാറേ, അപ്പൊ ഇവനിലും കൂടുതൽ ആരെങ്കിലും തന്നാലാ? അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഇവന്റെ കാര്യം? ഇവന്റെ കാര്യം പോയിന്താ? ഇതൊരു കച്ചവടല്ലേ, കച്ചവടം ലാഭം വേണ്ടേ? അത് വേണം. അതാണ്. ഇടുക്കിയിൽ പ്രഖ്യാപിച്ച് കോട്ടയത്തിനും കിട്ടി. എന്താ കിട്ടിയെന്ന് പറയും. എന്താ പിടിക്കും കോട്ടയത്തിന് കിട്ടിയത്? പക്ഷെ അവിടെയൊക്കെ കളക്ടർ മറ്റേ മഴ കാരണം അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രഖ്യാപിക്കാത്ത? അതിന് നമ്മുടെ ജില്ലയിൽ മഴയില്ലല്ലോ ടീച്ചറെ. നമ്മുടെ ജില്ലയിൽ മഴയില്ലാത്ത നമ്മുടെ കുഴപ്പമാണോ? അയ്യോ കഷ്ടാട്ട ടീച്ചറെ കാര്യം. സാധാരണ കുട്ടികളാണ് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിൽ റേഡിയോയുടെ മുമ്പിലൊക്കെ ഒന്ന് ഒഴിവുണ്ടോ നോക്കിയിരിക്കുക. ഇത് ടീച്ചർമാരുടെ എങ്ങനെ കുട്ടികളുടെ കാര്യം എന്താ? അതെ, വേണമെങ്കിൽ കലക്ടറുടെ നമ്പർ തരാം, വിളിച്ചു വെച്ചോക്കെ ഒന്ന് ഒഴിവിട്ടോന്ന്. അല്ല ടീച്ചറെ, എന്തിനിപ്പോ ലീവ് ഇട്ടിട്ട് പെരെ പോണ? ഇവിടെ ഇരുന്നാ പോരെ. വൈകുന്നേരം ഇന്റർവെല്ലിന് ബെല്ലടിക്കട്ടെ, പൈമ്പറിയാൻ പിടിച്ചു. എന്തൊരഴക്, എന്തൊരു ഭംഗി, എന്തൊരഴകാണ്. മാഷേ, മാഷ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ? ഹിസ്റ്ററി. അപ്പൊ ഇതേതാ? ഇതേതാ? ഫിസിക്സ്. മാഷ് എന്താ എന്റെ കുട്ടികൾക്ക് ഞാൻ എടുക്കണ വിഷയം എടുത്ത് മാർക്ക് ഇടുന്നത്? മാഷിന്റെ പുസ്തകം നോക്കിയാ പറയാം. അല്ല, രാഘമാഷ് ഫിസിക്സിന്റെ പുസ്തകം എടുത്ത് നോക്കിയാ നീ എന്തെട്ടാ മാസം 10 10 വാങ്ങിയേക്ക്. അപ്പൊ എന്റെ പുസ്തകം ഞാനിവിടെ വെച്ചത്. പുസ്തകം കേട്ടോ. മാനേജർക്ക് പുതിയ പൈസ ഇട്ടുള്ള വയ്യ അയക്കണേ. അല്ല, മാഷക്ക് ഫിസിക്സ് നോക്കറിയോ? എന്തേ? അല്ല, അങ്ങനെയാണെങ്കിൽ മാഷ് ഇത് മാർക്ക് കിട്ടും, എനിക്ക് കുഴപ്പമില്ല. ആവില്ല ഇങ്ങെടുത്ത. അല്ല, ടീച്ചർക്ക് അടുത്ത പീരീഡ് ക്ലാസ് ഇല്ലേ? പിന്നില്ലാണ്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല. അതെ, 10ാം ക്ലാസ്സിലെ മാഷേ. അതിന് മാഷെ പിള്ളേരുടെ ബയോളജിയിലെ സംശയം കേട്ടിട്ടുണ്ടെങ്കിൽ പേടിയാവും. എന്താ ചോദിക്കണേ?
എന്താ ടീച്ചർ പറയുന്നത്? അല്ല ടീച്ചർക്കേ ബയോളജി ക്ലാസ് പോകാൻ പേടിയാണ്, കുട്ടികൾ വല്ലാണ്ട് സംശയം ചോദിച്ചാൽ കുട്ടികളെ മാഷത്തിലെ ഏതിനൊക്കെ ഈ മാർക്കിട്ടേക്കണ്? ഇതിങ്ങനെ ഇടുമ്പോഴെങ്കിലും അറിഞ്ഞൂടെ? ഉച്ചക്ക് എന്താ കൊണ്ടുവന്നത്? ഉച്ചക്ക് മീമപ്പാസ് ഉണ്ട്. മീണ്ടോ? എനിക്ക് കോഴിട്ട് പൊങ്ങിയതാ. എന്ത് കോഴിട്ട? കോഴിമുട്ട. സാർ എപ്പോഴും ഭയങ്കര തമാശയാണ്. അല്ല സുധമാശ നമ്മളെ PT മാസം എടുത്ത് പോയി. മന്മഥ മാഷ് അങ്ങോട്ട് പുറത്തേക്ക് പോയാലോ, കുട്ടികൾക്ക് എന്തോ പുതിയ ഗെയിം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പുതിയ ഗെയിമോ? ആ അതിന്റെ അതാ പയ്ക്കോ അറിയാത്ത. എന്നാലും എന്തേക്കും മുഹമ്മദ് മാഷ പുതിയ ഗെയിം? ഞാൻ പോട്ടെ മാഷ. എവിടെ പോണം? അല്ല അവിടെ 2 പീരീഡായി ക്ലാസ് തുടങ്ങിയിട്ട്. 2 മണിക്കൂർ മാഷ് പഠിപ്പിച്ചില്ലേ? ഇനി 1 പീരീഡ് റെസ്റ്റ് എടുക്കും. അല്ല മാഷെ, കുട്ടികളോട് വെയിറ്റ് ചെയ്യല്ലേ? മാഷേ, ഈ കുട്ടികൾ അവിടെ ഇരുന്നോളൂ, അവർക്ക് കുറച്ച് സമയം മാഷ് സമാധാനം കൊടുക്ക്. എന്റെ മാഷേ, ഇത് ലോക്കൽ കളിയല്ല, ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന് പറ്റിയ കളിയാണ്. എന്താ മാഷെ പറയുന്നത്? അതെ, കെമിസ്ട്രി മാഷിനെ പറ്റി ഒരു പരാതി പറഞ്ഞുണ്ട്. മാഷ് കുട്ടികളെ മണ്ടത്തരങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന്. ആര് പറഞ്ഞു? ഞാനല്ല, രക്ഷകർത്താക്കൾ പറയുന്നു. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2 വർഷമായില്ലേ. അതുകൊണ്ട് മാഷ് കൊടുത്ത് ഫിസിക്കൽ ട്രെയിനർ അല്ലേ? ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കളി പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നോക്കിയാൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള ഇങ്ങനത്തെ കളികളായിരിക്കും. പാമ്പും കോണി, ലുഡു, ചെസ്, കാരംസ്. അത് മാഷെ, അതിന് കാര്യമുണ്ട്. കുട്ടികൾ ആദ്യം ഇതൊക്കെ കളിച്ച് നല്ല ഇരുത്തം വന്ന് നല്ല കുട്ടികളായി മാറണം, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണം, അതിനുശേഷം മറ്റേ കളികൾ പഠിപ്പിച്ചാൽ മതി. ഇരുത്തം വന്നിട്ട് ട്രെയിനിങ് ആവാനുള്ള ഒരു കളിയും കൂടി ഇനി കുറവുള്ളൂ. ആ ചീട്ടുകളി കൂടി പഠിപ്പിക്കാം. അത് കൊള്ളാം, നല്ല കളിയാണ് കേട്ടോ. ബ്രെയിൻ മാഷെ, മാഷെ പോലെ കളിച്ചിട്ട് പോവാം. മാഷെ ലുഡു കൂടെ ഉണ്ട്, അത് കളിച്ചിട്ട് പോവാം. എന്തൊരു മാഷാണ്. ഇപ്പൊ ആരെ കൂടെ കളിക്കും? കാര്യങ്ങൾ തപ്പിട്ട് വരാം. അവിടെ കേട്ടോ, അങ്ങ് ഒഴിവാക്കി. എല്ലാം ക്ലാസ്സിന് വെളിയിലാണ്, ഒറ്റ എണ്ണം ക്ലാസ്സിൽ കയറില്ല. ഇതുള്ളതുകൊണ്ട് എല്ലാം കയറിപ്പോയി. സാറിങ്ങനെ എല്ലാ ദിവസവും കിടന്ന് ഓട്ടവും ചാട്ടവും എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് വണ്ണം കുറയണില്ലല്ലോ. ആണ്, പള്ളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഓട്ടവും ചാട്ടവും നടത്തുന്നത് വണ്ണം കുറയാനല്ല, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് എനർജറ്റിക് ആയിട്ടിരിക്കണം. എനർജറ്റിക്. അല്ല മുഹമ്മദ് മാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഇങ്ങനെ മണ്ടിപ്പിച്ചിട്ടു, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഒരു ട്രോഫി പോലും കിട്ടില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ സ്കൂളിൽ ഒരു പ്രൈസ് മേടിപ്പിക്കും. അങ്ങനെ? പക്ഷേ നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ സഹായം വേണം. അതിന്റെ മ്യൂസിക്കും PT തമ്മിൽ? അതായത് ഈ പിള്ളേരെ ഉണ്ടല്ലോ, അത്ലറ്റിക്സ്, അവരെ അത്ലറ്റിക്സിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ ഒരു 4 വരി പാട്ട് അതങ്ങോട്ട് കേൾക്കണതും പിള്ളേരെയൊക്കെ ഓടി രക്ഷപ്പെടില്ലേ, അവരൊക്കെ മിടുക്കന്മാരായ ഓട്ടക്കാരായി മാറും. കുട്ടികൾ മാത്രമല്ല, മാഷുമാരും കണ്ടു. പോണു PT മാസാ. പിന്നെ സ്റ്റോർ റൂമിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സാധനം കാണാണ്ടായിട്ടുണ്ട്. അല്ല അത് എന്ത് സാധനം കാണാതായത്? എന്ത് സാധനം പറ സുമേഷ് ചേട്ടാ? മുട്ട. മുട്ടയാണെങ്കിലേ അത് മൊയ്തു സാറായിരിക്കും. ദിവസം 2 പുഴുങ്ങിയ മുട്ട സാറ് തിന്നാറുണ്ട്. ഇന്നും കൊടുത്തിട്ട് കാണാം. സോറി സാറേ, നിങ്ങൾ മാണ്ടാത്ത വർത്താനം പറയും കേട്ടോ. നമ്മളെ പെരയിൽ നമ്മളെ സുബൈദൊക്കെ എടുത്ത് മുട്ടാരി നമ്മൾ കൊണ്ടുവരില്ല. സംശയം ചോദിച്ചു നോക്കി. ആ സാറിന്റെ വീട്ടിൽ മറ്റേ നാടൻ കോഴി എനിക്ക് അറിയാവുന്നതാ. ആ കോഴിന്റെ മുട്ട അതാരായാലും ശരി എടുത്തവരുണ്ടല്ല, ഉച്ചക്ക് മുമ്പായിട്ട് അവിടെ കൊണ്ടുവച്ചേക്കണം. അല്ലെങ്കിൽ ഞാൻ മാനേജർ സാറിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. മുപ്പര് ഇന്നെ തന്നെയാണല്ലോ നോക്കി പറയണത്. മോദി സാറിന് മുട്ട ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പോർട്സിന്റെ ഒക്കെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ മുട്ടയും പാലും കൊടുക്കും. അതായത് മുട്ടയും പാലും അങ്ങനെ വേണ്ട. നമ്മളെ പെരേന്ന് കോഴി എടുത്ത് മുട്ട തന്നോളൂ കേട്ടോ. അല്ല
എല്ലാവരും കൂടി എന്റെ മേലെ കണ്ട് പാഞ്ഞു കയറുകയാണ്. മാഷേ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഏതാ? അല്ല ടി സിയുടെ കാര്യം എനിക്ക് മനസ്സിലായില്ല. പുതിയ ഡിവിഷൻ തുടങ്ങണ്ടേ നമുക്ക്? അല്ല സത്യസീല, ഞാനത് ശരിക്കൊന്ന് ആലോചിച്ചു. അത് അത്ര ശരിയായിട്ടുള്ളൊരു നിലപാടല്ല അത്. അല്ല 10-20 കുട്ടികൾ നമുക്കുണ്ടല്ലോ. ഇനിയിപ്പോ ഒരു 10-18 കുട്ടികളുടെ പേരെഴുതിയിട്ട് ടി സി ഉണ്ടാക്കിയിട്ട് നമുക്കത് റെക്കോർഡ് രേഖകളിൽ പോരെ. ഇപ്പൊ ഇത് ആരാ ഇതൊക്കെ നോക്കണെന്റെ മാഷ്? ഞാൻ ഇക്കണ്ട വർഷം കാലം ഇവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനൊരു നിലപാട് ഇതുവരെ ഈ സ്ഥാപനത്തിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് സത്യശീലം പുതിയ ഐഡിയകൾ കൊണ്ടുവരാണ്. അപ്പൊ അതിനനുസരിച്ച് നിൽക്കാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഈ കുട്ടികളുടെ ഈ ടി സി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ ഡിവിഷൻ തുടങ്ങാം. ഇപ്പൊ അവിടെ പുതിയ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കണത് എങ്ങനെയാണ്? ഇവിടെ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. 2 മാസം കൂടെ കഴിഞ്ഞ് എനിക്ക് അയാളെ പോസ്റ്റ് ചെയ്യണം. ഇവിടെ അതിനിവിടെ ഒഴിവ് വേണം. നിങ്ങളിപ്പോ ഈ കള്ള ടി സി എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അന്വേഷണം വന്നിട്ട് അത് ആരാണ് ഈ കുട്ടി, ഏതാണ്, അതിന്റെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിലും എടുക്കാൻ പറഞ്ഞു നിങ്ങൾ ഏത് കുട്ടീനെ ചൂണ്ടി കാണിക്കും? ഇവിടെ അങ്ങനെ ചോദിക്കാൻ വരില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. അത് നിങ്ങൾ നോക്കാൻ നിങ്ങൾ പറയണേ. എനിക്ക് ജയിലിൽ പോകാൻ പറ്റൂല. നിങ്ങൾ ജയിലിൽ പോകണ്ടെന്ന് ഞാൻ ഈ കാലത്ര. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ജയിലിൽ പോകേണ്ട യാതൊരു കാര്യം നിങ്ങൾക്ക് അത് എഴുതാക്കാൻ പറ്റുമോ? നിങ്ങൾ അത് പറ. ഇവിടെ അധ്യാപകരെ നിയമിക്കുന്ന പോലും തന്റെ അച്ഛനുള്ളപ്പോ ഇവിടെ അതിന്റെ എല്ലാ ഡീറ്റെയിലും മനസ്സിലാക്കിയിട്ട് അതിനോ യോഗ്യത ഉള്ള അധ്യാപകരാണോ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ നിയമനം കൊടുത്തിരുന്നത്. അത് നിങ്ങൾ പറയരുത്. സത്യൻ സാറും ആളുകളും നല്ലോണം ഇയാൾ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കാനാണ്. തനിക്ക് എന്താണ് അറിയുന്നത്? തന്റെ പോത്തും കച്ചവടമല്ലേ ഇത്? ഓഫീസ് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ മാനേജറിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു കാര്യം സത്യശീല, നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ കാശ് ലാഭത്തിന് വേണ്ടി കൊണ്ടുവരുന്ന പല അധ്യാപകർക്കും ഇവിടെ വേണ്ട രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വരെ സംശയമുണ്ട്. മാഷിന് ഈ ടി സി എഴുതി ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരാനുള്ള സൗകര്യം ചെയ്തു തരാൻ പറ്റൂല്ലോ? അങ്ങനെ പറയല്ലേ. എനിക്ക് ഇതിന്റെ കാര്യഗൗരവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്നെ പൊന്നു മാഷേ, ഇത് നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വരുന്നത്. അല്ലാതെ എനിക്ക് പി ടി മാഷോട് എന്ന് പറയാൻ പറ്റൂ? ഇത് എന്താണ് സത്യശീല? നിങ്ങൾ ഇതിന്റെ കാലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ സത്യസന്ധത എനിക്ക് വേണ്ടാന്ന്. അത് അങ്ങനെ പറയുന്നത്. എന്റെ സ്കൂളിന് നിങ്ങളുടെ സത്യസന്ധത വേണ്ട. അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഞാൻ ഗവൺമെന്റ് ശമ്പളം കൂടി വെച്ചിട്ട് ഇവിടെ ഇരിക്കണത്. എനിക്ക് എന്തായാലും 2 മാസം കഴിഞ്ഞ് എനിക്ക് ഇവിടെ ആളെ പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇയാളെ ചവിട്ടിയാൽ എല്ലാവരും കൂരുകയാണ്. എനിക്കിവിടെ ആളെ പോസ്റ്റ് ചെയ്യണം. ആ വിദ്യാർത്ഥികളോട് കൊണ്ടുപോയി ഞാൻ അതിനുള്ള ഇത് എഴുതി തരാം. മാഷെ നിങ്ങളോടല്ല ഞാനിത് പറയുന്നത്. അത് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ പേര് ഞാൻ എങ്ങനെ എഴുതും? എനിക്ക് സൗകര്യമില്ല. ഒരു കാര്യം ഞാൻ മാഷോട് പറയാം. നാളെ ഞാൻ വരുന്ന സമയത്ത് ആ ലിസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ മാഷ് ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ മാഷ് രാജിവെച്ച് പൊക്കോണം. കണ്ട കഴുതകളെ കൊണ്ട് കയറി വരും ഓഫീസിലേക്ക്. 10-15 വർഷം ജോലി ചെയ്ത സ്ഥാപനമാണ്. അർഹതപ്പെടാത്തതിന്റെ കയ്യിൽ കിട്ടിയ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ അല്ല. എന്തിനാ ഇരിക്കണത്? ചൂവ നല്ലത്.